Good morning students. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസേർഷൻ ഓഫ് എ ന്യൂ നോഡ് അറ്റ് ദ സ്പെസിഫൈഡ് പൊസിഷനാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു അറ്റ് ദ ബിഗിനിങ്ങും അറ്റ് ദ എൻഡും. ഇനി ഒരു സ്പെസിഫൈഡ് പൊസിഷനിൽ ഒരു ന്യൂ നോഡ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യും എന്ന് നോക്കാം. ഓക്കെ, സപ്പോസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട പൊസിഷൻ നോഡ് എയ്ക്കും നോഡ് ബിക്കും മിഡിലാണെന്ന് നോക്കുക. ഈ ഫിഗറിൽ കാണുന്ന പോലെ നോഡ് എ നോഡ് ബി രണ്ട് നോഡ്, അതിൻ്റെ മിഡിലായിട്ട് ന്യൂ നോഡ് ഇൻസേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നോഡ് ബിയിലേക്ക് നമ്മുടെ പുതിയ നോഡിനെ ലിങ്ക് ചെയ്യിപ്പിക്കണം. അതായത് ന്യൂ നോഡിൻ്റെ അഡ്രസ് പാർട്ടിൽ നോഡ് ബിയുടെ അഡ്രസ്സാണ് ആദ്യം കൊടുക്കേണ്ടത്. അതിനുശേഷം മാത്രമേ നോഡ് എയുടെ ലിങ്ക് പാർട്ടിലേക്ക് ന്യൂ നോഡിനെ കൊടുക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ നോഡ് എയുടെ അഡ്രസ് പാർട്ടിലേക്ക് പുതിയ നോഡിൻ്റെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നോഡ് ബിയുടെ അഡ്രസ്സ് കിട്ടാൻ വേറൊരു വഴിയില്ല, അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യം നോഡ് ബിയുടെ അഡ്രസ്സ് നമുക്ക് നോഡ് എയുടെ ലിങ്ക് പാർട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അവിടുന്ന് ആ അഡ്രസ്സ് എടുത്ത് പുതിയ നോഡിൻ്റെ അഡ്രസ് പാർട്ടിൽ കൊടുക്കുന്നു. അതിനുശേഷം നോഡ് എയുടെ അഡ്രസ് പാർട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് ന്യൂ നോഡിൻ്റെ അഡ്രസ്സായിട്ട് കൊടുക്കുന്നു. ക്ലിയർ ആണോ? ഫിഗർ നോക്കുമ്പോൾ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാകും. 4 സ്റ്റെപ്പാണുള്ളത്. ആദ്യം നമ്മൾ പുതിയ നോഡിന് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു, ദെൻ അതിൽ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു, ദെൻ ന്യൂ നോഡിൻ്റെ അഡ്രസ് പാർട്ടിൽ നോഡ് ബിയുടെ അഡ്രസ്സ് കൊടുത്തു, ദെൻ നോഡ് എയുടെ അഡ്രസ്സ് എങ്ങോട്ടാക്കി? പുതിയ നോഡിലേക്കാക്കി. ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ളവർ ഈ ഫിഗർ ശ്രദ്ധിക്കുക. 10, 20, 30 ഇത്രയാണ് നമുക്കിപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിങ്ക്ഡ് ലിസ്റ്റിലുള്ളത്. നോഡ് എ എന്ന് പറയുന്നത് വാല്യൂ 20യും നോഡ് ബിക്ക് വാല്യൂ 30യുമാണ്. നമുക്കൊരു പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യണം, വാല്യൂ 40 ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞാൽ നോഡ് ക്രിയേറ്റ് ചെയ്തു, അതിലേക്ക് 40 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി എന്താ ചെയ്യുക? ഇനി നമ്മൾ ആദ്യം നോഡ് 40യിൽ നിന്ന് നോഡ് ബിയിലേക്കുള്ള ലിങ്കാണ് ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ നോഡ് ബിയുടെ അഡ്രസ്സ് എവിടെ മാത്രമേ ആകെ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ? നോഡ് എയിൽ മാത്രമേ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നോഡ് എയുടെ അഡ്രസ് പാർട്ടിലുള്ള ആ അഡ്രസ്സിനെ ആദ്യം നമ്മൾ ന്യൂ നോഡിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം മാത്രമേ നോഡ് എയിലെ അഡ്രസ്സിനെ എന്താക്കാവുള്ളൂ? പുതിയ നോഡിൻ്റെ അഡ്രസ്സ് ആക്കാവുള്ളൂ. സപ്പോസ് നമ്മൾ തിരിച്ച് ചെയ്തു എന്ന് വിചാരിക്കുക. നോഡ് എയുടെ അഡ്രസ് പാർട്ട് ആദ്യം എഡിറ്റ് ചെയ്തെങ്കിൽ പിന്നെ നോഡ് ബിയുടെ അഡ്രസ്സ് വേറെ എവിടെന്നെങ്കിലും നമുക്ക് കിട്ടുമോ? കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ നോഡ് എയിലുണ്ടായിരുന്ന പഴയ ബിയുടെ അഡ്രസ്സ് ന്യൂ നോഡിൻ്റെ അഡ്രസ്സായിട്ട് സെറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നോഡ് എയുടെ അഡ്രസ് പാർട്ട് എഡിറ്റ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ അൽഗോരിതം ഒന്നുകൂടെ എടുത്ത് നോക്കിക്കേ, അപ്പോൾ മനസ്സിലാകും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അലോക്കേറ്റ് മെമ്മറി ഫോർ ന്യൂ നോഡ്. സെക്കൻഡ് സ്റ്റെപ്പ് അസൈൻ വാല്യൂ ഫോർ ദ ഡേറ്റ ഫീൽഡ് ഓഫ് ദ ന്യൂ നോഡ്. ദെൻ മേക്ക് ലിങ്ക് ഫീൽഡ് ഓഫ് ദ ന്യൂ നോഡ് പോയിൻറ്റിംഗ് ടു ബി. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മേക്ക് ദ ലിങ്ക് ഫീൽഡ് ഓഫ് ദ നോഡ് എ ടു പോയിൻറ്റ് ടു ന്യൂ നോഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, താങ്ക് യു.